അല്ല ഇനി എന്ത് പ്രശ്നം വന്നാലും സിബി കൂടെ ഉണ്ടാവും ചോദിച്ചേട്ടൻ. അതാണ് എനിക്ക് ഏറ്റവും മനസ്സിലാവും. അതായത് ഒരു ടീസിങ് സ്വഭാവമുണ്ട് ശോശിക്ക്. അത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ചേട്ടന്റെ സ്വഭാവമായിരിക്കുമല്ലോ കിട്ടാൻ ചാൻസ്. അതെ, ഒരു കുസൃതിയുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന തോന്നുന്നു. ആ ഒരു സ്വഭാവമാണ് സിബിക്കും ശോശയോട് ശരിക്കും ഇഷ്ടം തോന്നാനുള്ള മെയിൻ കാരണം. പിന്നെ ചെറുപ്പം മുതൽ കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരിക്കും. ഏതാണ് ഇപ്പൊ പറയാത്ത? പിന്നെ എന്താണ് ക്യാരക്ടറാണല്ലോ സി പി ജോഷി. റിയൽ ലൈഫില് ശോശയ്ക്കുള്ള കുറച്ചൊരു ഒരു ഇറിറ്റേറ്റിംഗ് എന്നൊരു സ്വഭാവം. ഇതൊക്കെ അച്ഛനമ്മയെന്ന് പറയുന്നത്. എനിക്ക് ശരിക്കുണ്ട്. ചെറിയ എന്നാലൊരു എടുക്കുന്ന കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതൊരു പരിചയം എനിക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കുറച്ചധികം കൺഫ്യൂസ്ഡ് ആണ് ശരിക്കും. കൺഫ്യൂഷനും ഒരു പരിചയം എനിക്കുണ്ട്. ബെസ്റ്റ് മെമ്മറി ഡ്യൂറിംഗ് ഷൂട്ടിന്റെ സമയത്ത് കാരണം കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ. കട്ടപ്പന നീരാജുവേട്ടൊക്കെ ആയിട്ട് നമ്മൾ ലൊക്കേഷൻ മാറി മാറി പോകായിരുന്നു. ബെസ്റ്റ് മെമ്മറി ഏതാണ്? മൊത്തം എത്ര മെമ്മറി ഉണ്ട് ഒരാൾക്ക്? എനിക്കത് ഞങ്ങൾ ഫാമിലി സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തപ്പോഴുള്ളതായിരിക്കും. നൈറ്റ് ഷൂട്ടും കാര്യങ്ങളും ബാക്ക് ബാക്ക് ആയി ഒരുപാട് ദിവസം നൈറ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ അപ്പം തോക്കേണ്ടി നിന്ന ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്ത് ശരിക്കും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ ഫാമിലി ആയിട്ട് ഞാൻ രഞ്ജിത് സാറിനെ ആയാലും പപ്പാനും പിന്നെ പാർവതി ചേച്ചിയുടെ മമ്മിന്നാണ് എന്നെ ചേട്ടാന്ന് വിളിച്ചിട്ടുള്ളത്. അല്ല അവൾക്കൊരു കൗണ്ടർ അടിക്കണ്ടേ വന്നിട്ട്? ക്രിസ്മസ് ഒക്കെ അല്ലേ, ഓഫർ കഴിഞ്ഞു ക്രിസ്മസ്. ഒരു ഷോട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം രാവിലെ ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് നമ്മള് അടിപൊളി ലൊക്കേഷൻ ഡാം കാണാൻ ലൊക്കേഷനാണെന്ന് പറഞ്ഞ് അതിനോട് ചെന്ന് അങ്ങനെ അവിടെ 6 മണിക്ക് ലൈറ്റ് വരും. അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. രാവിലെ ചെന്ന് ഒരു ചെറിയൊരു ഇടവഴിയിൽ ചെന്നപ്പോഴത്തേക്കും ഡാം കാണിച്ചില്ല. അപ്പൊ ഫുൾ സൺറൈസ് അതിനൊക്കെ എന്താ ബെസ്റ്റ് എന്ന് പറയുമോ? രാത്രി പോയി താമസിക്കുക ഇവിടെ. ഞാൻ അങ്ങനെ ഞാൻ ഇവിടെ ലേറ്റ് ആയി വരാതിരിക്കാൻ ഇവിടെ വന്ന് താമസിച്ചു ഇന്നലെ മുതൽ. 5:30 മണിക്ക് ചേട്ടാ 5:30 മണിക്കാണ് ഷോട്ട് എടുക്കാൻ ചേട്ടാ. ചേട്ടാ സൺറൈസ് ഇട്ട് ഡാമിന്റെ അവിടെ സൂര്യൻ ഉദിച്ചത് ഭയങ്കര ഭംഗിയാണ് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 5:45 പറയുമ്പോ ഷൈൻ പോയിരിക്കണം. അദ്ദേഹം ഇറങ്ങി പോയിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും മാറി ഫുള്ള് മഞ്ഞ്. അങ്ങനെ ഡയറക്ടർമാർ പറഞ്ഞു ഞങ്ങളെ തലയൊക്കെ തട്ടി ക്യാമറമാർ ഇവിടെ ആയതുകൊണ്ട് ഫുള്ള് കോളയായിട്ട് ഒന്നും കാണാനില്ല. ഞങ്ങൾ അതിൻ്റെ അടുത്ത് വീട്ടിൽ കണ്ടക്കാര്യം വിളിച്ചിട്ടുണ്ടപ്പോ സൂര്യൻ വന്ന് തോന്നുന്നു. കാരണം സൂര്യൻ 9 മണിക്ക് മുകളിൽ കണ്ടത്. സൂര്യൻ 5:30 മണിക്കൊന്നും പോകില്ല. അത് ഭയങ്കര ഒരു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു. പിന്നെ അതിനുശേഷം ലൂക്കൊക്കെ നമ്മളെ കാണുമ്പോൾ തലതാത്തിൽ പോകുന്ന ക്യാമറമാൻ ക്യാമറ ഇല്ലാതെ കാണാൻ കൂടിയുടെ അർത്ഥം എന്താണ്? തോന്നിയിട്ടാണ് എല്ലാവരും രാവിലെ ലൊക്കേഷനിലേക്ക് വരും. ടീച്ചർ കണ്ടോ? കാണിക്കാൻ പോണല്ലോ.
11 മണിക്കല്ലേ നമ്മൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കണം. ഫണ്ണി സിവിയായിരിക്കും. മുടിയാണോ ശോശ? മുടിയൊന്നുമല്ല, പക്ഷെ ഫണ്ണി സിവിയാണ്. സിവിയല്ലേ? ഇതിനകത്ത് എനിക്ക് ആക്ച്വലി ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഷെയ്ഡിനെ ഇതുവരെ കാണാത്തൊരു സിനിമയായിരുന്നു ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. നമ്മൾ കുട്ടിയെ കണ്ടിട്ടുള്ള അത് മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ഷെയ്ഡിലോ അതായിരിക്കും ഈ സിനിമയിൽ കാണുന്നത്. നമ്മുടെ സോങ്ങിനുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതൊന്ന് രണ്ടുപേരും കൂടെ ഒന്ന് കാണാം.